എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുന്ന സമയത്താണ് അതിലൂടെ അഭിയും നവ്യയും കൂടെ വരുന്നത്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. വിശേഷമൊക്കെ ചോദിച്ചിട്ട് നവ്യ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളൊരു കാര്യം അറിഞ്ഞോ, മോളും അനിയും തമ്മിലുള്ള ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോ അമ്മായി കൊണ്ടേ മുത്തശ്ശനെ കാണിച്ചു, ആകെ പ്രശ്നമായി എന്ന് പറയും. അത് കേൾക്കുന്നത് നന്ദുവിന് ദേഷ്യം വരും കേട്ടോ. അന്നേരം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അഭി പറയുവാണ്, അമ്മായിയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പം അനി കാണിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ, അതുപോലെ അനാമിക അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ സൂക്ഷിച്ചു നോക്കൂട്ടോ അഭിയെ. അന്നേരം അഭി പറയുവാണ്, അവൾക്ക് ഇച്ചിരി പക്വതക്കുറവുണ്ട്, അതിൻ്റെ പേരിൽ അനി അവളോട് കാണിക്കുന്ന അവഗണന ഒരു പെൺകുട്ടിയും സഹിക്കില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, അവൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ്, അവൾ അങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരൻ ആരാ, അനിയല്ലേ, അവൻ മര്യാദയ്ക്ക് ഇരുന്നായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയും. അന്തേയും നവ്യ പറയുവാണ്, ഇനിയിപ്പം അനിയെ തെറ്റ് പറയാനും പറ്റത്തില്ല, അനിയിപ്പം റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്നത് ആദർശേട്ടനല്ലേ, ആദർശേട്ടൻ കാണിക്കുന്ന പോലെയൊക്കെ അവൻ കാണിക്കുള്ളൂ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ആദർശേട്ടന് 2 ഭാര്യമാരാണല്ലോ, അതുപോലെ എനിക്കും 2 ഭാര്യമാരായാൽ എന്താ കുഴപ്പം എന്ന് മിക്കവാറും അനി ചിന്തിച്ചു കാണും, അതുകൊണ്ടായിരിക്കും ഇതുപോലെയൊക്കെ അവൻ ചെയ്യുന്നത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അനി നിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നീ അവനെ ആട്ടി പായിച്ചു വിടണം, അല്ലെങ്കിൽ ശരിയാകുകയില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് അവനെ കാണാതെ പോയത്, അവനെ കാണാതെ എല്ലാവരും എന്തോരം കഷ്ടപ്പെട്ടു, എന്തോരം സങ്കടപ്പെട്ടു, അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതെന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പം തന്നെ ഈ വീഡിയോ അനന്തപുരിയിലുള്ള എല്ലാവരും കണ്ടു, ഇനി ഈ വീഡിയോ പുറത്തുള്ളവർ കണ്ടാലത്തെ അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കി, എനിക്കൊന്നും സംഭവിക്കാനില്ല, നിൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ആ വീഡിയോ പുറത്തായെന്നോർത്ത് എനിക്ക് ഒരു കുഴപ്പമില്ല, ഇനിയിപ്പം അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും തള്ളിക്കളയുന്നുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോട്ടെ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിക്കോട്ടെ, എനിക്ക് നാട്ടുകാരെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, അനിയുടെ സ്വഭാവം ഇപ്പം ആദർശനെ പോലെ തന്നെയാണ്, എനിക്ക് ആ മനുഷ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആ വീട്ടിലായതുകൊണ്ട് കാണാതിരിക്കാനും സാധിക്കില്ലല്ലോ, എന്നയുടെ ഭർത്താവായി പോയില്ലേ, അതുപോലെ എൻ്റെ കുഞ്ഞിനെ പോലും അങ്ങേരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഈ രീതിയിൽ ആദർശേട്ടനെ പറയേണ്ട കാര്യമില്ല, ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പം നവ്യ ദേഷ്യപ്പെട്ട് പറയുവാണ്, അല്ലെങ്കിലും നീയും അച്ഛനും അമ്മയും ഒക്കെ അങ്ങേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ആ കേസിന് പുറകെ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും അഭിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അങ്ങേരെ നിരപരാധിയാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കുക, അതുവരെ ഞാൻ അയാളെ കുറ്റവാളിയായി തന്നെ കാണുള്ളൂ, ഇനിയിപ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാൽ ശരി മോളെ എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്യുന്നു. നന്ദു ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുവാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് അജയനെയാണ്. അജയൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ജാനകി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു അച്ഛനാണോ, നിങ്ങളുടെ മകൻ്റെ തോന്നിയാസത്തിന് നിങ്ങൾ സൈഡ് പിടിച്ച് കൊടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അജയൻ ചോദിക്കും, അവൻ എന്ത് തോന്നിയാസമാണ് ചെയ്തതെന്ന്, ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയുവാണ്, അവൻ ചെയ്തത് മാത്രമല്ല നീ കണ്ടുള്ളൂ, നിൻ്റെ മരുമകളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തേക്കുന്നത്, അത് നിനക്ക് മനസ്സിലാകുകയില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ലൊരു പെൺകുട്ടിയാണ് അവൾ, അവളെ കുറ്റപ്പെടുത്തി എന്ന് കരുതി ഞാൻ അവളെ വെറുക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം അജയൻ പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ല, അന്ന് ഏട്ടത്തിയുടെ പാലിൽ വിഷം കലർത്തിയത് നിൻ്റെ മരുമകളും അവളുടെ അമ്മയും കൂടിയാണ്, അത് ഏട്ടത്തി ഉദ്ദേശിച്ചല്ല കലക്കി വെച്ചത്, നവ്യയ്ക്ക് വേണ്ടിയായിരുന്നു, ആ പാലെടുത്ത് കുടിച്ച് നവ്യയുടെ കുഞ്ഞ് പോകാൻ വേണ്ടിയായിരുന്നു അവൾ അതൊക്കെ ചെയ്തു വെച്ചത്, അബദ്ധത്തിൽ ഏട്ടത്തി കുടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഈ കഥയൊക്കെ ഉണ്ടാക്കിയത് ആ ഡിസൈനർ ആയിരിക്കും, ഓണത്തിന് ഇഷ്ടംപോലെ ഡിസൈൻ വരച്ച് കാശുണ്ടാക്കിയല്ലോ, അതുപോലെ തന്നെ കഥ മെനയാനും അവൾ മിടിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതുപോലുള്ള കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ഇനി ഇതിൻ്റെ അപ്പുറം കഥകൾ ഉണ്ടാക്കിയാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ മരുമകളെ തള്ളിക്കളയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് പറയും, നായനെ കുറേ ചീത്തയും പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്റെ കരണം അടിച്ചു പൊളിക്കുമെന്ന്. അന്നേരം അടിച്ചു പൊളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം പറഞ്ഞ് ജാനകി അകത്തോട്ട് കയറി പോകുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച്
ആലോചിച്ച് നിൽക്കുക അജയൻ. പിന്നെ ജലജയെ കാണിക്കുന്നുണ്ട്. ജലജ കണ്ണാടി നോക്കി സ്വയം പറയുവാണ്, ഏതായാലും നീ രക്ഷപ്പെട്ടടി. നീ ഉദ്ദേശിച്ച രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഈ വീട്ടിൽ ബോംബ് വീഴും, അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ജാനകി അങ്ങോട്ട് വരും. എന്നിട്ട് ജാനകി പറയുവാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്തൊക്കെ കഥകളാണ് ഇവരുണ്ടാക്കിക്കൊണ്ട് വരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പുതിയ കഥ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക. അന്നേരം ഈശ്വര, ഇതുപോലുള്ള കഥ ഉണ്ടാക്കാൻ ആ നയന അവൾക്കേ കഴിയുള്ളൂ കേട്ടോ. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, എങ്ങനെയെങ്കിലും അവളുടെ ആ ഇളയ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അത് നീ ആയിട്ട് നടത്തി കൊടുത്തേക്കരുത് എന്ന് പറയുമ്പോൾ, എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് യൂഷ്വലി എന്നും പറയുന്ന പോലത്തെ കുറേ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം ജലജ പറയുവാണ്, അതെ നീ ഒന്ന് നിന്നെ, നിന്നോടൊരു കാര്യം പറയട്ടെ. അവർ തമ്മിൽ, നന്ദുവും അനിയും തമ്മിൽ എന്നും വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഫോണിലൂടെയാണ്. അതുകൊണ്ട് നീ അനിയുടെ ആ ഫോൺ അങ്ങ് മേടിച്ച് വെച്ചേരെ. അന്നേരം ആ വിളിയും ചാറ്റിങ്ങും ഒക്കെ അങ്ങ് നിന്നോളും എന്ന് പറയുമ്പം, അത് ഞാൻ മനസ്സിലോർത്ത കാര്യം തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ ചെയ്യാനും പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നിട്ട് നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലും. അനി വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ ആകെ ടെൻഷനിൽ ഇരിക്കുക കേട്ടോ. ഒരു തരത്തിലും സമാധാനമില്ലല്ലോ അതുകൊണ്ട്. അന്നേരം അങ്ങോട്ട് ചെന്നിട്ട് എന്താലോചിച്ചുകൊണ്ടിരിക്കുവാടാ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം നീ വെറുതെ ഇരിക്കുക എന്ന് എനിക്കറിയാം, പക്ഷെ നിൻ്റെ മനസ്സിൽ മൊത്തം അവളായിരിക്കുമല്ലോ. എങ്കിലേ ഇനി അവളെ അങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട എന്ന് പറയും. അന്നേരം അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നതേയും അനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങ് പിടിച്ച് മേടിക്കും കേട്ടോ. അന്നേരം അമ്മയ്ക്ക് എന്തിനാ എൻ്റെ ഫോൺ എന്ന് ചോദിക്കുമ്പം, ഇനി നീ ഈ ഫോൺ ഉപയോഗിക്കണ്ട, ഈ ഫോൺ ഉള്ളതുകൊണ്ടാണല്ലോ നീ അവളെ ചാറ്റ് ചെയ്യുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഫോണില്ലെങ്കിൽ ശരിയാകുകയില്ല, ജ്വല്ലറിയിൽ നിന്ന് പലപ്പോഴും പലരും വിളിക്കും, എനിക്ക് അതിനുള്ള മറുപടി പറയണം, അതുപോലെ എൻ്റെ പല ഡോക്യുമെൻറ്റും ആ ഫോണിലുള്ളതാ എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് നിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല എന്ന് എനിക്കറിയാം, ആകെപ്പാടെ അവളുടെ കുറേ ഫോട്ടോസ് കാണും, അതല്ലാതെ വേറെ ഒന്നും കാണില്ലല്ലോ, നീ നിൻ്റെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയിലും ഇതിന് കാണുമോ, ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നീ ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറയും. അന്നേരം അനി സമ്മതിക്കത്തില്ല കേട്ടോ, അമ്മ എൻ്റെ ഫോൺ ഇങ്ങ് തന്നെ, ഫോണില്ലാതെ പറ്റത്തില്ല, അമ്മ ഫോൺ ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഞാനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് ആൾക്കാരെ വിളിക്കാൻ, അല്ലാതെ നിന്നെപ്പോലെ ഇതുപോലത്തെ ഉദ്ദേശങ്ങൾക്കല്ല, അവിടെ ഫോൺ തരില്ല എന്ന് പറഞ്ഞ് ജാനകി ഫോൺ അങ്ങ് മേടിച്ചുകൊണ്ട് പോവാണ്. ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അനി. പറച്ചിൽ കേട്ടാൽ തോന്നും അനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കൊച്ചാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷനല്ലേ, അവൻ്റെ ഫോൺ പിടിച്ച് വെക്കുന്നതിനുമൊക്കെ ഒരു പരിധിയില്ലേ. ഏതായാലും ആ ഫോണും കൊണ്ട് ജാനകി അങ്ങ് പോവും. അന്നേരം വീട്ടിൽ വന്നിരിക്കുന്ന നന്ദു ആകെപ്പാടെ ടെൻഷനില്ല. നവ്യ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അനിയെ വിളിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഫോണും കൊണ്ട് ജാനകി പോയേക്കുന്നത്. ഏതായാലും ആ ഫോണുമായിട്ട് നേരെ ജാനകിയും ജലജയും നയനയുടെയും ദേവയാനയുടെയും അടുത്തോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇത് കണ്ടോ, ഇത് അനിയുടെ ഫോണാണ്, ഇത് ഞാനങ്ങ് പിടിച്ച് മേടിച്ചു, ഇനി എങ്ങനെയാണ് നിൻ്റെ അനിയത്തെ അവൻ വിളിക്കുന്നത് എന്ന് എനിക്ക് അറിയണമല്ലോ, ഇതിൻ്റെ അകത്തേ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അവളുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തിയുടെ അമ്മ അമ്പലമായ അമ്പലം മൊത്തം കയറി ഇറങ്ങി നടക്കുവാണ്, അവരുടെ ഇളയ സന്തതിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി. ഇനി അവൻ അവിടെ പോയപ്പോൾ അവന് കൈവശം കൊടുത്തിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, കൈവശം എന്നൊരു സാധനം ഇല്ല അമ്മായി, ശരിക്കും മനുഷ്യന് നാവാണ് വിഷമായിട്ട് മാറുന്നത് എന്നൊക്കെ പറയുമ്പം, ഇനി നീ അങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ രണ്ടെണ്ണത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുത്തിയും കൂടി ഉണ്ടല്ലോ, അതിങ്ങോട്ട് വരുമോ എന്നോർത്തൊരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അനിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ആ ഒരു സമാധാനക്കേടങ്ങ് മാറിയതാ, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തുവാണ് എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഏതായാലും നയനയുടെ വീട്ടിലുള്ളവർക്ക് നന്ദുവിനെ ഇങ്ങോട്ട് വിടാൻ യാതൊരു താല്പര്യവുമില്ല, അവരത് ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ, ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി സംസാരിക്കുമല്ലോ അവരുടേതായ രീതിയിൽ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേ കറക്റ്റ് അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുക. അന്നേരം ജാനകി നന്ദുവിനോട് നയനയോട് പറയുവാണ്, അതെ നീയല്ലേ പറഞ്ഞത് അനി എപ്പോഴും അങ്ങോട്ട് വിളിക്കുവാണ്, അവൾ ഇങ്ങോട്ട് വിളിക്കാറില്ലെന്ന്, ദേ നിൻ്റെ അനിയത്തിയായി ഈ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന്. നന്ദുവിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് വിളിക്കാൻ. ഏതായാലും ആ സമയം അങ്ങോട്ട് മുത്തശ്ശൻ വരും. അന്നേരം ആ ഫോൺ മുത്തശ്ശൻ്റെ കൈ കൊടുത്തിട്ട് ജാനകി പറയുന്നുണ്ട്, വിളിക്കുന്നത് നന്ദുവാണ്, അവളോട് ഇനി മേലാൽ അനിയെ വിളിച്ചേക്കില്ലെന്ന് അച്ഛൻ തന്നെ പറയാൻ പറയും. എന്നിട്ട് മുത്തശ്ശൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് നന്ദുവിന് മനസ്സിലാവൂല അപ്പുറത്ത് അനിയല്ല എന്ന്. അന്നേരം ഞാൻ നന്ദുവാ എന്ന് പറയുമ്പോൾ മനസ്സിലായി, ഞാൻ അനിയുടെ മുത്തശ്ശനാണ്, മോൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കും. അത് മുത്തശ്ശ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുന്നതേക്കും മുത്തശ്ശൻ പറയുവാണ്, മോൾക്ക് ട്രെയിനിങ് ക്യാമ്പിൽ പ്രശ്നങ്ങളുണ്ടായപ്പോഴും
അതുപോലെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടണം എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ അതിലൊരു യാതൊരു മടിയും കൂടാതെ ഞാൻ ഇടപെടുകയും ചെയ്തു. അതൊക്കെ സാധിച്ച് തരികയും ചെയ്തു. അത് മോള് മിസ്യൂസ് ചെയ്യരുത്. ഞാൻ മോൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി മേടിച്ചു തന്നത് എന്നും മോളുടെ വീട്ടിൽ ചെല്ലാനും അച്ഛനെയും അമ്മയും നോക്കാനും ഒക്കെ ഉള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മോൾ ഇനി അനിയെ വിളിക്കരുത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അനിയും അനാമികയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ മോളും അനിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അനാമിക ഈ വീട് വിട്ടു പോകാൻ മോളൊരു കാരണമാകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടുകയില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആകെ വിഷമാകുന്നുണ്ട് നന്ദുവിന്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഇനി മേലാൽ നന്ദുവിനെ വിളിച്ചേക്കരുത്. അനി എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ മോളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു തെറ്റുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, കണ്ടോ അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് കണ്ടോ, ഇങ്ങനെയാ അനിയെ വഴി തെറ്റിക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകില്ല. നീ ആദ്യം പോയി നിൻ്റെ മകനെ പറഞ്ഞ് നേരെയാകാൻ നോക്ക്. ഇവിടെ തെറ്റുകാരൻ നിൻ്റെ മകനാണ്. അതുമാത്രമല്ല, നിൻ്റെ മരുമകളോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ പറ. അവളുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെ ദേവേനെ ഒരുപാട് സ്നേഹത്തോടെ കൊടുത്തു ഒരു നെക്ലേസ് അവളുടെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അത് പലിശക്കാരന് കൊടുത്തു. അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ നിനക്കറിയാലോ. അതുപോലെ വേണുവിൻ്റെ ആണ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കാണിച്ചു. ഇപ്പം പറയുന്നു അത് വേണുവിൻ്റെ അല്ല എന്ന്. അങ്ങനെ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. സ്വത്തിനോട് ആർത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുവാണ് എന്ന് കരുതി എല്ലാം അങ്ങനെ ക്ഷമിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് കറക്കമൊക്കെ നിർത്തി ഭർത്താവിനെ സ്നേഹിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറച്ച് ഉപദേശിക്കുവാണ് ജാനകിയെ. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ പറയുവാണ്, ഒരു സൈഡ് തന്നെ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മറു സൈഡും കൂടി നോക്കണമല്ലോ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും വിഷമമാവുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.